ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നാട്ടിലാകെ പനിയും ചുമയും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു മസാല ചുക്ക് കാപ്പി തന്നെ തയ്യാറാക്കി കുടിക്കാം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ അവർക്ക് ഇതുപോലെ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ഇതുപോലൊരു ചുക്ക് കാപ്പി ആയിരുന്നു ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്നതും. ഒരൊറ്റ ചുക്ക് കാപ്പി കൊണ്ട് തന്നെ അവരുടെ അസുഖം പമ്പ കിടക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലൊരു ചുക്ക് കാപ്പി കുടിച്ചത് കൊണ്ടൊന്നും പ്രയോജനമില്ല. എങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ഇതുപോലൊരു ചുക്ക് കാപ്പി തയ്യാറാക്കി കുടിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഗുണകരമായിട്ടുള്ള മസാല ചുക്ക് കാപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടി പറയുവാണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കാച്ചെണ്ണ ഒരുപാട് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും നമ്മുടെ കാച്ചെണ്ണ ഓർഡർ ചെയ്തിട്ട് വാങ്ങാത്ത എൻ്റെ കൂട്ടുകാർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ കറക്റ്റ് ആക്കിക്കോളൂ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കട്ടൻ കാപ്പി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ജാതിക്കയാണ്. ഇനി വേണ്ടത് 5 കറിയാമ്പൂ, 5 ഏലക്ക, 3 കൊച്ചു കഷ്ണം കറുവപ്പട്ട കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുന്നതിനായിട്ട് ഞാനിതുപോലുള്ള ഇടികല്ലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മസാലകൾ ചതച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗുണമെല്ലാം നല്ല പോലെ തന്നെ ഇറങ്ങിക്കിട്ടുന്നതും. ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇടികല്ലില്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. ആദ്യം ഞാനിവിടെ ചുക്കാണ് ചതച്ചെടുക്കാൻ പോകുന്നത്. ചുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വന്നതിന് ശേഷമായിരിക്കണം മറ്റുള്ള ചേരുവകൾ കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കേണ്ടതും. അടുത്തതായിട്ട് ഏലക്ക ചതച്ചെടുക്കാം. ഏലക്ക ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലകളെല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് ചതച്ചെടുക്കാനായിട്ടും. ബാക്കിയുള്ള മസാലകളെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല തരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. നമ്മുടെ മസാലയെ നല്ലവണ്ണം തന്നെ കുത്തി ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച് കഴിഞ്ഞാൽ അതേ പ്ലേറ്റിലേക്ക് തന്നെ ഞാനിവിടെ മാറ്റുവാണ്. മസാല എല്ലാം നമ്മൾ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 4 ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പിലേക്ക് ഒന്ന് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മസാലകൾ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഞ്ഞളാണ് ചേർക്കേണ്ടത്. മഞ്ഞൾ ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അണുബാധയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ചുക്ക് കാപ്പിയുടെ മധുരത്തിനായിട്ട് കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം അളവിലാണ് മധുരം ചേർത്തിട്ടുള്ളത്. കരിപ്പെട്ടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കൈവശം ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 തണ്ട് പേരയിലയും 1 തണ്ട് പനിക്കൂർക്ക ഇലയും 1 തണ്ട് തന്നെ തുളസി ഇലയും എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. മൂടി അടച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്ത് വേണം ഇതിനെ തിളപ്പിച്ചെടുക്കാനായിട്ടും. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത നമ്മുടെ ചുക്ക് കാപ്പി ഇപ്പോൾ നല്ലവണ്ണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 4 ഗ്ലാസ് വെള്ളത്തിൽ നിന്നും ഒരു 1/2 ഗ്ലാസ് കുറയുന്ന രീതിയിലേക്കൊന്ന് വറ്റി കിട്ടണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുവാണ്. ഒരു 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടി മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കാപ്പി നല്ലവണ്ണം തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാപ്പിയിലേക്ക് കാപ്പിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് കാപ്പിക്ക് 1 ടേബിൾ സ്പൂൺ അളവാണ് കാപ്പിപ്പൊടി ചേർക്കുന്നത്. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കാപ്പി മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള കാപ്പിപ്പൊടി നല്ലതുപോലെ താന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് ഗ്ലാസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ മസാല ചുക്ക് കാപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു കാലാവസ്ഥയിൽ നാട്ടിലാകെ പനിയും ചുമയൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചുക്ക് കാപ്പി നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. പണ്ട് കാലത്തെ നമ്മുടെ കാരണന്മാരൊക്കെ
പനിയെല്ലാം വന്ന സമയത്ത് ഇതുപോലൊരു കാപ്പിയാണ് ആദ്യം ഉണ്ടാക്കി കുടിക്കാറുള്ളതും ഈ ഒരു കാപ്പി കുടിക്കുമ്പോൾ തന്നെ അവരുടെ അസുഖങ്ങളും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു ചുക്ക് കാപ്പി തയ്യാറാക്കി കുടിക്കാൻ മറക്കല്ലേ. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷി കൂട്ടുന്നതിനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊരു ചുക്ക് കാപ്പി തയ്യാറാക്കി കുടിക്കാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.